വലതുപക്ഷ പിന്തിരിപ്പൻ നയങ്ങളുള്ള റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി ഇന്ന് അധികാരമേൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയുമാണുള്ളത്. UAE കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യൻ സമൂഹം അധിവസിക്കുന്ന US-ൽ തൊഴിലും വിദ്യാഭ്യാസവും സ്വപ്നം കാണുന്ന യുവാക്കൾക്ക് കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നിലപാടുകളുള്ള ട്രംപിന്റെ തിരിച്ചുവരവ് തിരിച്ചടിയാകുമെന്നാണ് കരുതുന്നത്. വിദേശത്ത് നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കണമെന്ന നിലപാടാണ് ട്രംപിന്റെ അടുപ്പക്കാരനായ ഇലോൺ മസ്കിനുള്ളത്. ഇത് ട്രംപ് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ യുവതക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ട്രംപിനെ സഹായിച്ച പ്രധാന വിഷയം കുടിയേറ്റം തന്നെയായിരുന്നു. സമർത്ഥരായ യുവാക്കൾക്ക് നൽകുന്ന വിസയായ H-1B തൊഴിൽ വിസയുടെ 72% ഇന്ത്യക്കാർക്കാണ് മുമ്പ് ലഭിച്ചത്. ട്രംപിന്റെ ആദ്യ ഭരണത്തിൽ ഈ വിസ അനുവദിക്കുന്നതിൽ അദ്ദേഹം പിശുക്ക് കാണിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിനെത്തി പിന്നീട് ജോലി നേടി US-ൽ തുടരുന്ന വിദേശികളോട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒട്ടും മമതയില്ല. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട്. ഇന്ത്യയിൽ നിന്ന് US-ലെത്തിയ ഭൂരിഭാഗവും നിയമവിധേയരായി അതിർത്തി കടന്നവരാണ്. എങ്കിലും അല്ലാത്തവരും ഇഷ്ടം പോലെയുണ്ട്. അവർ നടപടി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ട്രംപിന്റെ വരവിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ട്രംപിന്റെ ആദ്യ ഊഴത്തിൽ മോഡിയുമായി നിലനിന്ന മികച്ച ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദം കൂടുതൽ ഊഷ്മളമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ട്രംപിന്റെ സ്വഭാവം വെച്ച് ഉരസലുകളും വിള്ളലുകളും ഉറപ്പിക്കണം. ഭരണാധികാരി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയുമായി ട്രംപ് അടുപ്പം കാണിക്കുന്നു. എന്നാൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മോഡിയെ ക്ഷണിക്കാത്തത് നാടകീയത സൃഷ്ടിക്കുന്നുണ്ട്. പൊതുവെ ഇന്ത്യയുമായി അകൽച്ചയുള്ള ചൈനയുമായും കാനഡയുമായും US-ന് അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. ഇത് ഇന്ത്യക്കുള്ള പ്രതീക്ഷയാണ്. എന്നാൽ മോഡിയെ ഒഴിവാക്കി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ട്രംപ് ക്ഷണിച്ചതിന് പിന്നിലെ സമവാക്യം പുതിയ സൂചനയായി കരുതുന്നവരുമുണ്ട്. ചൈനയോടുള്ള US-ന്റെ നയത്തിൽ പോസിറ്റീവ് നീക്കമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കുടിയേറ്റത്തിൽ എന്നതുപോലെ വ്യാപാര ബന്ധത്തിലും കടും പിടുത്തക്കാരനായ ട്രംപിന്റെ ചില നിലപാടുകൾ ഇന്ത്യക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ നികുതി വർദ്ധിപ്പിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് അടുത്തിടെ ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇത് US-ൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം കുറക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ടാകും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്നപ്പോൾ ഇന്ത്യയെ ഇറക്കുമതി തീരുവയുടെ രാജാവെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ നിലപാട് കൂടുതൽ കടുപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന തെളിയിക്കുന്നത്. എങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്ക് ഇതിന്റെ ആഘാതം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. വാണിജ്യത്തിൽ ഇന്ത്യക്ക് US നൽകിയിരുന്ന മുൻഗണനാ പദവി റദ്ദാക്കിയത് ട്രംപിന്റെ കാലത്താണ്. ട്രംപ് വീണ്ടും വരുമ്പോൾ അതിൽ യാതൊരു ഇളവും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് US-ന്റെ പ്രധാന വിപണിയായ ഏഷ്യയിൽ ചൈനയുടെ ആധിപത്യം ചെറുക്കണമെന്ന US-നുള്ള താൽപര്യത്തിലും ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 2020-ൽ ലഡാക്കിനെ ചൊല്ലി ചൈനയുമായി ഉടലെടുത്ത സംഘർഷത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകുകയാണ് ട്രംപ് ചെയ്തത്. ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ ഇന്ത്യക്കൊപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. മോഡിയും ട്രംപും ഉഭയകക്ഷി ബന്ധം തുടരുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയിലേക്കുള്ള സാധ്യമായ യാത്രയെക്കുറിച്ച് ട്രംപ് ഉപദേശകരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വൈകാതെ തന്നെ ഒരു ഇന്ത്യൻ ട്രിപ്പ് ട്രംപ് സംഘടിപ്പിക്കും. അമേരിക്കൻ സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിൽ പങ്കാളിയായി വിവേക് രാമസ്വാമി അടക്കമുള്ള ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. 2024-ലെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായുള്ള പ്രചാരണത്തിനിടെ ലോക ശ്രദ്ധ നേടിയ ബയോടെക് സംരംഭകനും എഴുത്തുകാരനുമാണ് വിവേക് സ്വാമി. ഏതായാലും അമേരിക്കൻ തൊഴിൽ സ്വപ്നം കാണുന്നവർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നിലവിൽ ജോലി ചെയ്യുന്ന വിസ പുതുക്കാൻ കാത്തിരിക്കുന്നവരിലും തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ഭയം പ്രകടമാണ്. നിലവിൽ തൊഴിലുള്ളവരും ഭയത്തിൽ നിന്ന് മുക്തരല്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. Way2Nikah.com, the exclusive Muslim matrimonial site.